ഗണേശായ നമഃ. എല്ലാ വിശ്വാസികളും ഭജിക്കുന്ന ഒരു ദേവതാമൂർത്തിയാണ് മഹാഗണപതി. എല്ലാ വിഘ്നങ്ങളും ദുരിതങ്ങളും മാറ്റി സമൃദ്ധി പ്രദാനം ചെയ്യുന്ന വിഘ്നേശ്വരൻ ക്ഷിപ്രപ്രസാദിയാണ് എപ്പോഴും നമുക്ക് ഭക്തർക്ക്. ശുഭകരമായ ഏത് കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ എല്ലാ തടസ്സങ്ങളും ഗണപതി ഭഗവാൻ അകറ്റുമെന്നാണ് വിശ്വാസം മാത്രമല്ല, അതാണ് യാഥാർത്ഥ്യം. ശരിയായ മന്ത്രങ്ങളാൽ ഭജിച്ചാൽ എപ്പോഴും വിജയം കൂടെയുണ്ടാവും. അത്ഭുതകരമായ ഫലസിദ്ധിയുള്ളവയാണ് ഗണേശ മന്ത്രങ്ങൾ. വിഘ്നങ്ങൾ അകറ്റുന്നതിനും തൊഴിൽ, വ്യാപാരം, വ്യവസായം അല്ലെങ്കിൽ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നേരിടുന്ന തടസ്സങ്ങൾ നീക്കാനായിട്ട് നമ്മൾ ഗണപതിയെ ഉപാസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിശ്ചിത കാലം നമ്മൾ നിഷ്ഠയോടെ ഗണപതി മന്ത്രങ്ങൾ ജപിച്ചാൽ അഭീഷ്ടസ്ഥിതി ഉറപ്പാണ്. പ്രത്യേകിച്ച് ഗണേശ മൂലമന്ത്രത്തിന് അപാരമായ ശക്തിയാണുള്ളത്. ഏത് ദേവതയാണോ മൂലമന്ത്രം നമ്മൾ ഉപയോഗിച്ച് ആരാധിക്കുക, ആ ദേവത ഭക്തരെ നല്ലപോലെ സംരക്ഷിക്കും. മൂലമന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഉച്ചാരണമാണ്. ഉച്ചാരണവും അതുപോലെ തെറ്റുകളൊന്നും വരുത്താതെ ദേവതാരൂപം നമ്മൾ സങ്കല്പിച്ച് ഏകാഗ്രതയോടെ ഉച്ചാരണ പിശകില്ലാതെ നമ്മൾ മൂലമന്ത്രം ജപിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഉറപ്പായിട്ടും നമുക്കത് സാധിച്ചു കിട്ടും. ഗണേശ ഭഗവാന്റെ മൂലമന്ത്രമെന്ന് പറയുന്നത് ഓം ഗം ഗണപതയേ നമ എന്നാണ്. 108 തവണ വീതം എല്ലാ ദിവസവും ഇത് ജപിക്കുക. ഒരു 41 ദിവസം ജപിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫലം കണ്ടു തുടങ്ങും. നമുക്ക് എന്തെങ്കിലും അശുദ്ധിയായിട്ടുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ അതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് 41 ദിവസം പൂർത്തിയാക്കിയാലും മതി. അതിനൊരു 10 ദിവസം നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് അത് 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ 20 തവണ ഇപ്പം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ബാക്കി 21 തവണ അതിന് ശേഷം ചൊല്ലി തീർത്താലും മതി. എല്ലാ കാര്യവിജയത്തിനും നമുക്ക് ഇത് ചൊല്ലാവുന്നതാണ്. ഇത് 100% നമുക്ക് ഫലം തരുന്ന ഒരു മൂലമന്ത്രമാണ്. ഗണപതിയെ നമുക്കറിയാം, എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരുന്ന വിഘ്നേശ്വരനാണ്. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും തുടർച്ചയായി 28 ദിവസം ജപിച്ചിട്ട് ബാക്കി ഒരു 10 ദിവസം അശുദ്ധിയായിട്ടുള്ള ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് എടുക്കാം. അല്ലാത്തവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് 41 ദിവസവും നമുക്കത് ചൊല്ലാൻ കഴിയും. മനഃശാന്തി, കാര്യസിദ്ധി, ഇതുപോലെ പാപശാന്തി എന്നിവയ്ക്കൊക്കെ ഗുണകരമായിട്ട് ദിവസവും നമുക്ക് ഇത് 108 തവണ, ഇത് ഓം ഗം ഗണപതയേ നമ അത്രയേ ഉള്ളൂ. അത് 108 തവണ ചൊല്ലാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അത് ചൊല്ലി നോക്കിയാൽ നമ്മൾ ഒരു ഫലശ്രുതി എടുത്ത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്താൽ നമുക്കത് ഉറപ്പായിട്ടും സാധിച്ചു കിട്ടും. ഓം ഗം ഗണപതിയേ നമ.